അല്ല മച്ചാനെ, എൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞു, മച്ചാൻ്റെ സ്റ്റോറി പറഞ്ഞില്ലല്ലോ. എന്താണ്? ആൻ്റണി, എങ്ങനെയായിരുന്നു കഴിഞ്ഞ പടമൊക്കെ? നന്നായിരുന്നു. ഞാൻ കണ്ടിരുന്നു കേട്ടോ, ഗംഭീരം വർക്കായിട്ടുണ്ട്. പിന്നെ നിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഞാനും നമ്മുടെ പിള്ളേരെ കൂടി ഒന്ന് വായിച്ചു. എന്ത് ഗംഭീര സാധനം, നല്ല സാധനമായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അടുത്ത കാലത്ത് വായിച്ച നല്ലൊരു സ്ക്രിപ്റ്റാണ്. പക്ഷേ ഇന്ന് നമ്മുടെ പ്രൊഡ്യൂസറായിട്ടൊന്നും ഇരുന്നില്ല. പക്ഷെ പുള്ളി പറയണത് പ്രൊഡ്യൂസർമാരെന്ന് പറയുമ്പോൾ ഫണ്ടൊക്കെ ഇറക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. എത്ര പൈസ ഇറക്കണമല്ലോ. അപ്പം നിൻ്റെ ആ കാസ്റ്റിംഗ് ഒക്കെ അവർക്കത്ര പറ്റിയിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ആൻ്റണി, നമുക്ക് ആ പ്രൊജക്റ്റ് തൽക്കാലം ഡ്രോപ്പ് ചെയ്യാം. അത് ഓണാവില്ല. ഓക്കെ. നീ ടെൻഷനാവൊന്നും വേണ്ട. എന്തിനിങ്ങനെ അറിയാവണേ, നല്ല കാലിബറുള്ള കുട്ടിയല്ലേ. പുതിയൊരു സാധനം ഉണ്ടാക്കുക, നല്ല ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അനുസരിച്ച് അടിപൊളി സാധനം ഉണ്ടാക്കുക. നിനക്ക് പറ്റും. ഓക്കെ, നോക്കാം. ഓക്കെ ആൻ്റണി, എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടേ. ഓക്കെ കേട്ടോ, നമുക്ക് പിന്നെ കാണാം. ചേട്ടാ, എൻ്റെ കൂടെ ഒന്ന് വരാം. എന്തിനാണച്ചോ, ഉപദേശിക്കാനാണോ? എനിക്ക് ഉപദേശിക്കാനൊന്നും അറിയില്ല. നമുക്കൊന്ന് സംസാരിച്ചാലോ? അന്ന് ഞാൻ അയാളുടെ കൂടെ പോയത് അയാളൊരു പള്ളിയിലച്ഛനായതുകൊണ്ടൊന്നുമല്ല. എനിക്ക് അയാളോടോ അയാൾക്ക് എന്നോടോ എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തൊരു തണുപ്പാണല്ലേ. ഞങ്ങൾക്ക് പിന്നെ ഈ ലോഹ്യമുള്ള കാരണം കുഴപ്പമില്ല. ചേട്ടനത്തൊക്കെ എങ്ങനെ സഹിക്കണേ ചേട്ടാ?
ഇതൊക്കെ എന്തൊരു തണുപ്പാണ് അച്ഛാ. ചേട്ടൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ചേട്ടൻ എന്താ ചെയ്യണേ? പേര് ആൻ്റണി എന്നാണ് അച്ഛോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ കറങ്ങി കിടക്കുന്നു. എന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞ്? ചേട്ടൻ എന്താ ചെയ്യണേന്ന് പറ. ഒന്നുമില്ല അച്ഛോ, അതുകൊണ്ടാണ്. പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാവോ ചേട്ടാ? അച്ഛോ, ഞാൻ എന്ത് ചെയ്യുന്നു എന്നല്ല, എൻ്റെ എന്തൊരു കാര്യം അച്ഛനോട് പറഞ്ഞാലും ഒരു കാര്യമില്ല അച്ഛോ. ഒന്ന് വിട്ട് പോയിക്കോ, അതാ നല്ലത്. മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതാരുടെയും തുറന്നു പറഞ്ഞ പകുതി ആശ്വാസം കിട്ടുമെന്ന എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പൊന്നച്ചോ, എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതൊക്കെ മാറ്റി തരുന്നണോ അച്ഛൻ പറഞ്ഞിരുന്നത്? അയ്യോ, ഞാനിതെല്ലാം പരിഹരിച്ചു തരുന്നല്ല. പക്ഷെ ഇതൊക്കെ പരിഹരിച്ച ഒരാൾ എൻ്റെ കയ്യിലുണ്ട്. ആ കൈ തൂങ്ങി കിടക്കണ ആളല്ലേ? കുറെ കേട്ടിട്ടുണ്ട്, കുറെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ നേവർ എൻ്റെ ജീവിതത്തിൽ പുള്ളി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അച്ഛോ. എന്നെ പോലുള്ളവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അച്ഛോ. ഒരു ചെറിയ സിനിമ ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം. അതിനുവേണ്ടി ഞാൻ എത്ര ആൾക്കാരുടെ പിന്നാലെ നടന്നിട്ടുണ്ടെന്ന് അറിയൂ. ഒരുപാട് ആൾക്കാരുടെ കാല് പിടിച്ചു. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ വീട്ടിലേ എനിക്കൊരു അപ്പച്ചനും അമ്മയുണ്ട്. അച്ഛനറിയോ, ഇത്ര നാളായിട്ട് എനിക്കൊരു രൂപ പോലും അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അമ്മ എൻ്റെ കൂടെ വന്നിട്ടുള്ളൂ എപ്പോഴും. പക്ഷെ അപ്പം ചില സമയത്ത് എനിക്ക് പറ്റാറില്ല അച്ഛോ. എന്നെങ്ങനെ ആക്കിയതെന്തെന്നറിയോ? എൻ്റെ നശിച്ച ഭ്രാന്ത്, ഈ സിനിമ ഭ്രാന്ത്. അച്ഛൻ പറയും, ഞാൻ എന്താ ചെയ്യണ്ടേ? ആൻ്റണി, എനിക്കിപ്പോൾ നിന്നോട് എന്താ പറയണ്ടെന്നറിയില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴേ ഒരു സ്വപ്നം കണ്ടു.
ഒരു വലിയ മലമുകളില്ലേ, നീ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ കൈ തൂങ്ങി കിടക്കുന്ന ആളെ പറ്റിയിട്ട്? അയാള് ഒരുപാട് ആടുകളെയും കൊണ്ട് മേയ്ക്കാൻ ഇറങ്ങിക്ക. ഏകദേശം ഒരു 100 ഉണ്ടാവും കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഒരെണ്ണത്തിന് കാണാണ്ടായി. അയാളപ്പോ ബാക്കി 99 എണ്ണത്തിനെയും അവിടെ നിർത്തിയിട്ട് ആ ഒരെണ്ണത്തിന്റെ പുറകെ പോയി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിൽ ആരെങ്കിലാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ? ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കൂടാ എന്നെ പോലെ പലർക്കും അയാൾ ഭയങ്കര സ്പെഷ്യലാണ്. എന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? ഈ പറഞ്ഞ എന്നെയല്ലേ അയാൾ വിളിച്ചുകൊണ്ടോന്നാണ്. അങ്ങനെ ഞാൻ ഈ കുപ്പായത്തിനുള്ളിൽ കയറിയത്. അച്ഛൻ എന്തായാലും ഒരു കാര്യം ചെയ്യും, ആ കാണാണ്ടായ ആട്ടിൻകുട്ടിയില്ലേ, അത് ഞാനാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ തേടി വരട്ടെ. അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവിച്ചത്. പിന്നെന്താ, സമയത്രയില്ലേ, പോയാലോ? പോവാ. നേരം മറയെ ദൂരം അകലെ കാണാക്കനവിൽ ഉണരും നാം. രാവിൻ പടവിൽ നീളും വഴിയിൽ കാലം കഥകൾ എഴുതുന്നു.